ഹലോ ഗൈസ്, ഇതാണ് മണ്ണാർക്കാട് പൂരത്തിന്റെ ലാസ്റ്റ്. അപ്പൊ അതിന് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ. രണ്ടാളും കൂടി വരാണ്ട് ഓലെ കാത്തുക്കാണ് ഞങ്ങൾ. നോമ്പ് തുറന്ന ക്ഷീണം മാറ്റാൻ വേണ്ടി ഒരു നാരങ്ങ സോഡ കുടിച്ചിട്ടാവും ബാക്കി. അങ്ങനെ ഒടുവിൽ നമ്മൾ കാത്തുന്ന രണ്ടാളും എത്തി. പന്ത് കളിച്ചാൻ പോണ കോലത്തിലാണ് ഓൻ വന്നിക്കുന്നത്. പൂരത്തിനാണ് പോണെന്നുള്ള ബോധമൊന്നും എനിക്കില്ല. അങ്ങനെ അവിടുന്ന് നാരങ്ങ സോഡയും കുടിച്ചു, ജാബറിനും കുറച്ച് കൊടുത്തു. എന്നിട്ട് നേരെ പോയി. മണ്ണാർക്കാട് പോയപ്പോൾ ഒടുക്കത്തെ ബ്ലോക്ക്. പൂരത്തിന്റെ വേല പോയിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇത്ര ബ്ലോക്ക്. അവിടെ എത്തിയപ്പോഴാണ് ഇച്ചൊരു കാര്യം മനസ്സിലായത്. എന്റെ ഒപ്പം വന്നോല് 4 ആളും ബ്ലാക്കാ. അവസാനം എനിക്ക് ബോഡി ഗാർഡിന് കിട്ടിയ മാതിരിയായി. അങ്ങനെ ഞങ്ങൾ വേലിന്റെ അടുത്തെത്തി. അങ്ങനെ നമ്മളെ രജനീകാന്തിനെ ഒന്ന് നേരിട്ട് കാണാൻ പറ്റി. മണ്ണാർക്കാട് എവിടെ പരിപാടി ഉണ്ടാവും അവിടെ ഉണ്ടാവും ഈ പോലീസുകാർ. അങ്ങനെ കാലുത്താ സ്ഥലമല്ല, അജായി തിരക്കേന്നു. ഉന്തി ഒരു ഭാഗത്ത് കഴിക്കണു. വേർത്ത് കുളിച്ച് ആകെ പണ്ടാറങ്ങി. അൻഷാദൊക്കെ വേർത്ത് ഒരു ഭാഗത്ത് കഴിക്കണം. തിരക്കപ്പെട്ടിന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി ലാലൊരു ഐസ്ക്രീം വന്നു. നമുക്ക് തന്നില്ല, ഒറ്റക്ക് നിന്നുണ്ട്. പന്നി ഇതെന്താ സംഭവം ഞാൻ കുറെ ആലോചിച്ചു. അത് മനസ്സിലായില്ല. മണ്ണാർക്കാട് പൂരത്തിന് പോയ ആർക്കെങ്കിലും മനസ്സിലായിക്കൊണ്ടേ ഒന്ന് പറഞ്ഞിട്ടില്ലേ. അൻഷാദിന് മുളക് ബജി തിന്നാൻ പൂതി. എന്നാ പിന്നെ നമുക്കും കൂടി കൊടുക്കാൻ വിചാരിച്ചു. മുളക് ബജിയും തക്കാളി കറിയും. വലിയ മെച്ചമൊന്നുമില്ല. ലാല് മാത്രം മുളക് ബജി ഇന്നില്ല. ഓ തടി ഉറക്കാനുള്ള പ്രയാണത്തിലത്ര. ഈ ബായിനോട് ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചിട്ട് പറഞ്ഞപ്പോ എനിക്ക് കൊടുക്കാത്ത ജാടാ. ഓ അത്ര നേരം വെറുതെ ഇരുന്ന് പൊട്ടിച്ചിരുന്നു. അതിനൊരു കുഴപ്പമില്ല. നമ്മളൊന്നും ചോദിച്ചപ്പോ എനിക്ക് പറ്റൂല. ഇവിടെ എല്ലാരും കാര്യമായിട്ട് എന്തോ നോക്കിക്കുന്നുണ്ട്. എന്നാ പിന്നെ നമുക്കത് നോക്കിയാലോ. എന്നാ കാണിച്ചാൽ അങ്ങോട്ട് ബാവും. ഇനി കാണാൻ പോണതാണ് പരിപാടി. പോലീസുകാർ ഒരാളെ പട്ടിനെ തല്ലണമാര് ഇരുന്ന് തല്ലണം. നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? നമുക്കും കിട്ടും അടി. പോലീസുകാർ അടി നിർത്തണില്ല, കിട്ടണൊക്കെ എടുത്ത് തല്ലണുണ്ട്. എമ്മാരി കൊടുക്കലോ പോലെ കൊടുക്കണത്. ലാസ്റ്റ് ആളൊന്നും ചന്തിയാൻ ചൊടുത്തു. സാറേ ഇതൊക്കെ പാട് എന്ന് പറഞ്ഞിട്ട് പെട്ടത് ഒരു പോലീസുകാരത്തിൽ ആദ്യമാണ് ഇയാളെ തോലക്കോടിയാണ്. ഇയാൾ DGP എന്നൊക്കെ പറയുന്നത്. പിന്നെ അവിടെ നിന്ന് പോന്നിട്ട് നോട്ടം ഒരു ചായയും കുടിച്ചിട്ട് ഞങ്ങൾ നേരെ പേരി പോയി. അപ്പൊ ബാക്കി പിന്നെ